യൂറോപ്പിൽ ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? യാതൊരുവിധ ചെലവുമില്ലാതെ യൂറോപ്പിൽ ഒരു ജോലി കരസ്ഥമാക്കാനുള്ള ഒരു അവസരമുണ്ട്. മാൾട്ടയിൽ നിന്ന് ജർമ്മനിയിൽ പോകാൻ വന്നാണ്, ഫ്ലൈറ്റ് മിസ്സായിപ്പോയി. ഒരു 4 മണിക്കൂർ ഇനി ഇവിടെ ഇരിക്കണം. അപ്പം ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഞാൻ എവിടെയെങ്കിലും പോയി ഒന്നിരിക്കട്ടെ. ഹലോ, നമസ്കാരം. നിങ്ങൾ യൂറോപ്പിൽ ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? നമുക്കെല്ലാവർക്കും അറിയാം, യൂറോപ്പിൽ നല്ലൊരു ജോലി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് ചാർജായും പേപ്പർ വർക്സിനായും ലക്ഷങ്ങൾ ചിലവ് വരുമെന്ന്. ചിലപ്പോൾ അത് 10-15 ലക്ഷം വരെ ആകാം. യൂറോപ്പിൽ നല്ലൊരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ മാസം 3-4 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുമെന്നും, അങ്ങനെ ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും മികച്ചൊരു ജീവിത നിലവാരം ലഭിക്കുമെന്നുമുള്ള കാര്യം നമ്മുടെ പരിചയത്തിലുള്ളവരും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളും അങ്ങനെ യൂറോപ്പിൽ ജോലി ചെയ്യുന്നവരുടെയൊക്കെ ഒരു ജീവിത നിലവാരത്തിൽ നിന്ന് നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. യൂറോപ്പിൽ നല്ലൊരു ജോലിക്കായി എത്തിക്കഴിഞ്ഞാൽ ഇത്രയൊക്കെ നേട്ടം ഉണ്ടാകുമെന്നിരുന്നിട്ടും നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അതിന് സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സർവീസ് ചാർജായും അല്ലെന്നുണ്ടെങ്കിൽ വിസ പ്രോസസ്സിനായും തുടക്കത്തിൽ മുടക്കേണ്ട 10-15 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. എന്നാൽ അങ്ങനെയുള്ളവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. യൂറോപ്യൻ രാജ്യമായ ഷെങ്കൻ രാജ്യമായ ഓസ്ട്രിയയിലേക്ക് യാതൊരുവിധ ചെലവുമില്ലാതെ നിങ്ങൾക്ക് ഒരു ജോലി കരസ്ഥമാക്കാനുള്ള ഒരു അവസരമുണ്ട്. എന്താണ് യൂറോപ്പ് എന്നും എന്താണ് ഒരു യൂറോപ്യൻ രാജ്യം എന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി എന്താണ് ഒരു ഷെങ്കൻ രാജ്യം? 1985 ജൂൺ 14 രാജ്യാതിർത്തികൾ ഇല്ലാത്ത ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പ്രദേശം സൃഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ് ദ ഷെങ്കൻ എഗ്രിമെൻറ്റ്. ഇപ്രകാരം ഈ ഷെങ്കൻ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടുള്ള രാജ്യങ്ങളെയാണ് ഷെങ്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. നിലവിൽ 29 രാജ്യങ്ങളാണ് ഷെങ്കനിൽ ഇപ്പോൾ ഷെങ്കൻ ഏരിയയുടെ ഭാഗമായി ഇപ്പം നിലവിലുള്ളത്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, യൂറോപ്പിൽ തൊഴിലന്വേഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഈ ഷെങ്കൻ എഗ്രിമെൻ്റ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 29 ഷെങ്കൻ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഷെങ്കൻ രാജ്യത്ത് നമുക്ക് ഒരു ജോലി ലഭിച്ചാൽ നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ യാതൊരുവിധ കടമ്പകളുമില്ലാതെ നമുക്ക് ബാക്കിയുള്ള 28 ഷെങ്കൻ രാജ്യങ്ങളിലേക്കും ട്രാവൽ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ 29 രാജ്യങ്ങളിലെയും തൊഴിലവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ 29 ഷെങ്കൻ രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഓസ്ട്രിയ. 8 രാജ്യങ്ങളുമായാണ് ഓസ്ട്രിയ അതിർത്തി പങ്കിടുന്നത്. ജർമ്മനി, ചെക്ക് റിപ്പബ്ലിക്, സ്ലൊവേനിയ, സ്ലോവാക്യ, ഹംഗറി, ലിഞ്ചസ്റ്റെയിൻ, ഇറ്റലി, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയവയാണ് 8 രാജ്യങ്ങൾ. ഓസ്ട്രിയയിലെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ജർമ്മനാണ്. അതുപോലെ തന്നെ ഓസ്ട്രിയയിലെ കറൻസി എന്ന് പറയുന്നത് യൂറോ ആണ്. ഒരു യൂറോ എന്ന് പറയുന്നത് 93 രൂപയാണ്. ഒരു മലയാളി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, യൂറോപ്പിൽ ഒരു ജോലി അന്വേഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ചരിത്രമൊന്നുമല്ല നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളിൽ വർഷത്തിൽ ഒരു വട്ടവും, ചില രാജ്യങ്ങളിൽ 6 മാസത്തിൽ ഒരു വട്ടവും പുറത്തുവിടുന്ന ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് എന്നാണ്. ഇനി എന്താണ് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് ചോദിച്ചാൽ, യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു കമ്പനിയിൽ ഒരു വേക്കൻസി വരികയും ആ ജോലി ചെയ്യാൻ ആ രാജ്യത്ത് നിന്നോ യൂറോപ്പിൽ നിന്നോ ഒരാളെ കിട്ടാതെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ, ആ കമ്പനി ഏത് ഗവൺമെൻറ്റാണോ ആ ഗവൺമെൻറ്റിനെ ആ കാര്യം
അറിയിക്കും. അപ്പോൾ ഇതുപോലുള്ള കമ്പനികൾ ഒരേ വേക്കൻസിക്ക് തന്നെ ആളെ കിട്ടില്ല എന്ന് ഗവൺമെൻറ്റിനെ അറിയിക്കുമ്പോൾ ഗവൺമെൻറ് ഒരു പ്രത്യേക ഏജൻസിയെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഏൽപ്പിക്കും. അതിനുശേഷം ആ ഏജൻസി ആ രാജ്യത്തും യൂറോപ്പിലും അതിനെപ്പറ്റി ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തും. അതിനുശേഷം ആ ഏജൻസിക്ക് ബോധ്യപ്പെടുകയാണ് ഈ ജോലി ചെയ്യാൻ യൂറോപ്പിൽ ആളെ കിട്ടുന്നില്ല. അങ്ങനെ അവർക്ക് ഗവൺമെൻറ്റിന് ബോധ്യപ്പെടുമ്പോൾ ഗവൺമെൻറ് ആ ജോലിയെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ആയി പ്രഖ്യാപിക്കും. ഇങ്ങനെ ഏതൊക്കെ ജോലിക്കാണോ യൂറോപ്പിൽ ജോലി ചെയ്യാൻ ആളില്ലാത്തത്, അങ്ങനെയുള്ള ഒരു ജോലികളുടെ സെറ്റ് ഓഫ് ലിസ്റ്റിനെയാണ് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂറോപ്പിൽ ജോലി അന്വേഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അടിസ്ഥാന കാര്യമുണ്ട്. അതായത് യൂറോപ്യൻ രാജ്യത്ത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് ഒരാളെ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ കമ്പനികൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളെ ജോലിക്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ വരുന്ന ഒരു വേക്കൻസിയാണ് ഒരു കമ്പനിയിൽ ഉണ്ടാവുന്നത്. അവർക്ക് ആളെ വേണം എന്നുണ്ടെങ്കിൽ യാതൊരുവിധ കടമ്പകളും കൂടാതെ അവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആ ജോലിക്ക് സ്റ്റാഫിനെ എടുക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഓസ്ട്രിയയിലെ കുറേയധികം കമ്പനികളിലേക്ക് ഈ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള ജോലികളിലേക്ക് നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഈ ജോലികളിലേക്ക് യാതൊരു ചെലവുമില്ലാതെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏതൊക്കെയാണ് ആ ജോലികൾ എന്നും നമുക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നും പറയുന്നതിന് മുന്നേ ഓസ്ട്രിയയിലെ വിസ ടൈപ്പിനെ പറ്റിയും ഓസ്ട്രിയയിലെ ഒരു വിസ പ്രോസസ്സിനെ പറ്റിയും ആസ് ആൻ ഇന്ത്യൻ, നമ്മുടെ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചുള്ള എന്തൊക്കെ വിസയാണ് ഓസ്ട്രിയൻ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് നമ്മൾ കടന്നു പോകേണ്ട വിസ പ്രോസസ്സ് എന്നതിനെ പറ്റിയും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. പ്രധാനമായും 2 തരത്തിലാണ് ഓസ്ട്രിയൻ ഗവൺമെൻറ് ഈ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള ജോലികളെ തരംതിരിച്ചിരിക്കുന്നത്. അതായത് വിസയുടെ അടിസ്ഥാനത്തിൽ. അതിൽ ഒന്നാമത്തെ ടൈപ്പിനെ റെഡ് കാർഡ് എന്ന് പറയും. അതായത് ഹയർ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള ജോലികളാണ് ഈ ഒരു കാറ്റഗറിയുടെ അടിയിൽ വരുന്നത്. അതായത് ഡോക്ടർമാർ, എൻജിനീയർ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സ്ട്രീമിലുള്ള എൻജിനീയർമാരും, മെക്കാനിക്കൽ ആയിക്കോട്ടെ, സിവിൽ ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, IT ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ MBA ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഫിനാൻസ് മാനേജർ ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ആയിക്കോട്ടെ, സീനിയർ മാനേജ്മെൻറ്റ് ലെവലിലുള്ള ജോലികളെല്ലാം തന്നെ ഈ ഒരു വിസ കാറ്റഗറിയുടെ കീഴിലാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ വിസ കാറ്റഗറി എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റ് എന്ന് പറയും. ഓസ്ട്രിയയിൽ ബെഷഫ്തികം സ്പിവിലികം എന്ന് പറയും. അതായത് സാധാ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ജോബ്സാണ് ഈ വിസ കാറ്റഗറിയിൽ വരുന്നത്. ഇലക്ട്രീഷ്യൻ, പ്ലംബർ, വെൽഡർ, കൺസ്ട്രക്ഷൻ വർക്കർ, സൂപ്പർ മാർക്കറ്റിലേക്കുള്ള ക്യാഷർ, ബില്ലിംഗ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, സെക്യൂരിറ്റി, ഹോസ്പിറ്റാലിറ്റി മേഖലയിലുള്ള വെയ്റ്റർ, ക്ലീനർ, കിച്ചൺ ഹെൽപ്പർ, അപ്പം തുടങ്ങിയ ജോബുകളൊക്കെയാണ് ഈ വർക്ക് പെർമിറ്റ് കാറ്റഗറിയിൽ വരുന്നത്. ഏതൊരു യൂറോപ്യൻ രാജ്യത്തും യൂറോപ്യൻസ് അല്ലാത്ത ജോലിക്കാരുടെ കാര്യങ്ങൾ നോക്കുന്നതിനും അവരെ നിയന്ത്രിക്കുന്നതിനും ചില ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ ഓസ്ട്രിയയിൽ നോൺ യൂറോപ്യൻസിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഗവൺമെൻറ് 2 ഏജൻസികളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഏജൻസിയെ പറയുന്നത് ഓസ്ട്രിയൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് സർവീസ്, AMS, ജർമ്മനിൽ അബൈറ്റ് മാർക്കറ്റ് സർവീസ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ ഏജൻസിയെ ഓസ്ട്രിയൻ ഫെഡറൽ ഓഫീസ് ഫോർ ഇമിഗ്രേഷൻ ആൻഡ് അസൈലം, BFA എന്ന് പറയും. ഒരു ഇന്ത്യക്കാരൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നോൺ യൂറോപ്യൻ എന്ന നിലയിൽ ഓസ്ട്രിയയിൽ നമുക്ക് ഒരു ജോലി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 ഏജൻസികളുടെയും അപ്രൂവൽസ് ആവശ്യമാണ്.
ഇതിൽ ഓസ്ട്രിയൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് സർവീസ് എന്ന് പറയുന്ന സ്ഥാപനം ജോലി സംബന്ധമായ കാര്യങ്ങളും BFA എന്ന് പറയുന്ന സ്ഥാപനം ജോലിക്കായി നമ്മൾ ഓസ്ട്രേലിയയിൽ എത്തിയതിനു ശേഷം നമ്മളുടെ റെസിഡൻസ് പരമായിട്ടുള്ള, അതായത് താമസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ് റൂൾ ചെയ്യുന്നത്.